ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയവർ തിരികെ വന്ന് തകർപ്പൻ അടിയാണ് നടക്കുന്നത്. 6 പേര് റീഎൻട്രി ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് ഒന്നിലാണ്. രണ്ടാമതായി ലക്ഷ്മിയാണ് വരുന്നത്. മൂന്നാമതായി രേണുസുധിയാണ് കയറുന്നത്. രേണുസുധിയുടെ വരവ് ബിഗ് ബോസ് വീട്ടിലെ പലരും ആഗ്രഹിച്ചിരുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവർ തമ്മിൽ പറയുന്നുണ്ട് രേണു ചേച്ചിയുടെ റീഎൻട്രിയെ പറ്റി. രേണു ചേച്ചി ഫ്ലവർ അല്ലടാ പയറാണെന്നും കൂടെ അവർ പറയുന്നുണ്ട്. അങ്ങനെ രേണു ബിഗ് ബോസ് വീട്ടിൽ അതിഗംഭീരമായി കയറിയിരിക്കുന്നു. അടുത്തതായിട്ട് ആര്യനാണ് കയറുന്നത്. ഡാൻസ് ഒക്കെ ചെയ്ത് ചില്ലായിട്ടാണ് പുള്ളിക്കാരൻ്റെ എൻട്രി. പിന്നീട് ബിന്നിയാണ് കയറിയത്. ആര്യനും ബിന്നിയും കൂടി ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആര്യനും ബിന്നിയും കൂടി കുറേ നേരം ഡാൻസ് ഒക്കെ ചെയ്ത് ചില്ലാവുന്നുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് കയറുന്നത് നിഷ്കളങ്കമായ ചിരിയുടെ ഉടമ നമ്മുടെ സാബുമാനാണ്. ഇവരെല്ലാം കൂടി ഒരുമിച്ചാണ് ബിഗ് ബോസ് വീട്ടിൽ അടിപൊളി ഒരു എൻട്രി നൽകുന്നത്. അങ്ങനെ ഇവർ ഓരോരുത്തരും വീട്ടിലേക്ക് പ്രധാന വാതിലിലൂടെ കടന്നു വരുമ്പോൾ വീടിനകത്തുള്ളവർ അവരുടെ എൻട്രി ഇതെല്ലാം ഗ്ലാസ്സിലൂടെയാണ് കാണുന്നത്. കാരണം ആ ഡോർ ലോക്ക്ഡ് ആണ്. എല്ലാവരും കയറിക്കഴിഞ്ഞ് മാത്രമേ ആ ഡോർ ഓപ്പൺ ആകത്തുള്ളൂ. സോ വീട്ടിലുള്ളവർ അത്രയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ അടുത്തെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ 6 പേരും കയറിക്കഴിഞ്ഞപ്പോൾ ഡോർ ഓപ്പൺ ആയി. അവർ നേരെ ചെന്ന് എല്ലാവരെയും കെട്ടിപ്പിടിക്കുകയാണ്. റെന നേരെ ചെന്ന് കെട്ടിപ്പിടിച്ചത് ബിന്നിയെയാണ്. അപ്പാനിശരത്തും അക്ബറും ആര്യനെയും കൂടെ ഒരു ഗ്രൂപ്പായി കെട്ടിപ്പിടിക്കുന്നു. അവർ ഡാൻസ് കളിക്കുന്നു. അങ്ങനെ അവർ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പോയി, അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി അവർ ചില്ലാവുകയാണ് ആദ്യമേ തന്നെ. ഇന്നലെ ലൈവിൽ ശരത്ത് പറഞ്ഞതാണ് ആര്യനെ കണ്ടിട്ട് 2 പറയാനുണ്ടെന്ന്. കാരണം മസ്താനിയായിട്ടുള്ള ഇന്റർവ്യൂവിൽ എന്തോ അങ്ങനെ രേണുസുധിയുള്ള ഈ എപ്പിസോഡിൽ ഒരു തകർപ്പിന് അടി വരുന്നുണ്ട്. ആര്യനും അപ്പാനി ശരത്തും കൂടെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എന്തായാലും കാണാം. താങ്ക് യു.